2014 ഹിറ്റ് സിനിമ 1983. അതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാനം ഓലഞ്ഞാലി കുരുവി. പക്ഷേ ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയത് ആരാണ്? I'd like to welcome to this show the hit lyricist Hari Narayanan. Hello and welcome to the show. Thank you. ഹരി എഴുതിയ ഒരുപാട് പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹം എനിക്കും നമ്മുടെ വ്യൂവേഴ്സിനും ഉണ്ട്. സോ ആ പാട്ടുകൾ കേൾക്കുവാനായിട്ട് പാട്ടടയിൽ നിന്നും we have two very talented artists, singer Srirag and on the guitar we have KP Krishna Prasad. Welcome to the show. സോ 1983 ഓലഞ്ഞാലി കുരുവി ഞാനിപ്പോൾ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോഴും അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഭാഗ്യം തന്നെയാണല്ലേ, സച്ച് ഗ്രേറ്റ് സിംഗേഴ്സ് ആൻഡ് വാട്ട് എ ഗ്രേറ്റ് ട്യൂൺ, ഗ്രേറ്റ് ലിറിക്സ്, എവറിത്തിങ് കെയിം ടുഗദർ അല്ലേ. ആ ഹിറ്റ് സോങ്ങിൽ എല്ലാം ഒരു കോമ്പിനേഷൻ വന്നു അല്ലേ. സോ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ എൻ്റെ ഈ തറവാട്ട് പേര് വരെ ഓലഞ്ഞാലി എന്നാക്കിയ ഒരു പാട്ടാണല്ലോ. നമുക്ക് ആ മീൻസ് മലയാളത്തിൻ്റെ ഗാനരചനയുടെ അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു ലോകത്ത് നമുക്കൊരു സ്ഥാനം തന്നത് ഓലഞ്ഞാലിയാണ്. ക്രെഡിറ്റ് ഗോസ് ടു ഗോപിസുന്ദർ. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു വളരെ ഞാൻ ആദ്യമായിട്ടാണ് അത് പറയുന്നത്. ഈ പാട്ട് എഴുതാനിരിക്കുന്ന സമയത്ത് തന താന നാന തനന താന താന തനന തന താന നാന നനന. ഗോപിചേട്ടൻ പറഞ്ഞു തന്ന ഒരു ടിപ്പ് ഉണ്ട് അതിൽ. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 4 ലൈൻസ് ഒരു ടിക്ലിംഗ് സ്വഭാവത്തിലാണ് അതിൽ എഴുതുക. പറ്റുകയാണെങ്കിൽ എൻഡ് ഒരു വരികളോ വാക്കോ എൻഡ് ചെയ്യുന്ന ആ സാധനം സെയിം ആക്കുക. ഒരേ ഇപ്പോൾ ഇ ആണെങ്കിൽ ഇ, എ ആണെങ്കിൽ എ, ഓ ആണെങ്കിലോ അതാക്കുക. പിന്നത്തെ നെക്സ്റ്റ് 2 എണ്ണം ഒരു ചോദ്യം ആണ്. എൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാവം, ആ ട്യൂണിൻ്റെ ഭാവം ചോദ്യമാണ്. ഫൈനൽ ലൈൻ ഞാൻ ധന്യനായി എന്ന് പറയുന്ന പോലത്തെ, അങ്ങനെയാണ് ഗോപിചേട്ടൻ കാണിച്ചിങ്ങനെ, ഞാൻ ധന്യനായി എന്ന് പറയുന്ന പോലത്തെ ഒരു ക്ലൈമാക്സ് ആണ്. ഇതാണ് ഇതിൻ്റെ പല്ലവിടെ. ഇതിൽ നീ എഴുതുകയാണെങ്കിൽ ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടും. അപ്പം അങ്ങനെ അത് പിടിച്ചാണ് എഴുതിയത്. കാരണം ഓലഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടി വരുനീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. പിന്നെ ക്വസ്റ്റ്യനാണ്, നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാൻ ആദ്യമായി. അബ്ദുൾ ഷൈനും അദ്ദേഹത്തിനും കൃത്യമായിട്ടുള്ളൊരു ഐഡിയകൾ ഉണ്ടായിരുന്നു. കൂട്ടുകാരി എന്നായിരുന്നു ഞാൻ ആ പാട്ട് ആദ്യം തുടങ്ങിയത്. കൂട്ടുകാരി കുരുവി എന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരി മാറ്റിയിട്ട് വേറൊരു ഇതിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ ഒരു 3-4 ഒരു ഓപ്ഷണലായിട്ട് ചിന്തിച്ചു. അങ്ങനെയാണ് ഓലഞ്ഞാലിയിലേക്ക് വരുന്നത്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുനീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നു, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുനീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നു, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. സിനിമയിലേക്ക് വരാനുള്ള ഒരു വഴി, ആള് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ബി ഉണ്ണികൃഷ്ണൻ സാറാണ്. ഞാൻ അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗുരു എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ത്രില്ലർ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. 2014 ഹരിക്ക് ഉണ്ടായ ഹിറ്റ്സ് എന്ന് പറയുന്നത് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഹിറ്റ് സോങ്സ് were probably written by you and that too under Gopi Sundar അല്ലേ. Your relationship with the ever popular music composer Gopi Sundar, please. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞ മൂവിയിൽ അതിൻ്റെ കമ്പോസിങ് കുറച്ച് സിനിമ ഷൂട്ടിൻ്റെ കുറച്ച് നേരത്തെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ സാർ ഒരിക്കൽ വിളിച്ച് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ആണ് ഞാൻ ആദ്യം ഗോപിസുന്ദറിനെ കാണുന്നത്, പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഖുദാവോ ഖുദ എന്ന് പറഞ്ഞ ആ മ്യൂസിക്കിന് ഞാൻ എഴുതി, അന്ന് പരിചയപ്പെട്ടു.
അത് കഴിഞ്ഞ് ഈറൻ കാറ്റ് എന്ന് പറഞ്ഞ സോങ് സലാല മൊബൈൽസിൽ ചെയ്തു. പിന്നെ അവിടുന്ന് ആണ് ഓലഞ്ഞാലി, അങ്ങനെ ഒരുപാട് സിനിമകൾ കണക്ക് വെച്ചിട്ടില്ല. എന്നാലും ഒരു പക്ഷേ എൻ്റെ ഒരു കരിയറിൽ എന്നെ കൊണ്ടുവന്നത് ബി ഉണ്ണികൃഷ്ണൻ സാറാണെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ ഒരു ഹരിനാരായണൻ എന്ന് പറഞ്ഞൊരു ലിറിസിസ്റ്റിനെ അറിയില്ലെങ്കിലും ഹരിനാരായണൻ എന്ന് പറഞ്ഞൊരു ലിറിസിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു പേരറിഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടുകൾ അറിയാൻ കാരണം ശരിക്കും ആ ഒരു ഇത് ഗോപിചേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ഈറൻ കാറ്റിൽ സലാല മൊബൈൽസിൽ നിന്ന് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈറൻ കാറ്റിൻ നീണം പോലെ തോര മഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ കൂട്ടിൽ വാവാ മെല്ലെ മെല്ലെ. ഈറൻ കാറ്റിൻ നീണം പോലെ തോര മഞ്ഞിൻ തൂവൽ പോലെ നോവും നെഞ്ചിൻ കൂട്ടിൽ വാവാ മെല്ലെ മെല്ലെ. പാട്ടുകൾ എഴുതുമ്പോൾ അതിന് ട്യൂൺ കിട്ടിയിട്ടാണോ പാട്ട് എഴുതുക, അല്ലെങ്കിൽ ലിറിക്സ് എഴുതിയിട്ടാണോ അതിനുശേഷമാണോ അത് ട്യൂൺ ചെയ്യുന്നത്? രണ്ടും നടക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും നടക്കുന്നത് ട്യൂൺ കിട്ടി പാട്ട് എഴുതുന്നതാണ്. കാരണം ഒരു ട്യൂൺ മറ്റേ ഡയറക്ടറെ കേൾപ്പിച്ച് ആ സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള ഒരു ഇത് വന്ന് അതിനനുസരിച്ചാണ് വരി എഴുതുന്നത്. ശരിക്കും ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണോ? ലൈക്ക് നമ്മൾ ലിറിക്സ് എഴുതുക, ആ പാട്ടിന് അത് കറക്റ്റായിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് വരിക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വെരി ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഞാനൊരു ലിറിക്ക് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു തേർഡ് പേഴ്സൺ അത് ആ ഒരു ലിറിക്കിനെ ആ ലിറിക്ക് എന്താണെന്ന് അറിയുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് മാത്രമാണ് എനിക്ക് ഈ ലിറിക്ക് എന്താണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ പോലും അത് ഒരു അമ്പരപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് വരുന്നത് നമുക്ക് പോലും അറിയില്ല. ഞാൻ ഈ ഒരു പാട്ട് 10 മിനിറ്റ് കൊണ്ട് എഴുതാം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനിതിൽ ഈ രീതിയിൽ എഴുതാം, അത് വന്ന് സംഭവിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു സിനിമയെ സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും വലിയ, ഇപ്പോൾ ഒരു നടൻ്റെ ആണെങ്കിലും ഒരു സംവിധായകൻ്റെ ആണെങ്കിലും ഒക്കെ വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിലൊരു ഭാഗം മാത്രമാണ് ഒരു ലിറിസിസ്റ്റ് എന്ന് പറയുന്നത്. യു ഹാവ് അനദർ ജോബ്. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ അനദർ ജോബ്? ഇതൊരു ഫുൾ ടൈം ജോബ് ആർക്കാൻ പറ്റില്ലേ? അല്ല, പറ്റുമായിരിക്കാം. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ആത്മവിശ്വാസക്കുറവുള്ള ഒരാളാണ്. പക്ഷേ ലിറിസിസ്റ്റായിട്ട് മറ്റേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ അതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് ചെയ്യുന്നവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. 1/2 എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു. ഐ നോ ദാറ്റ് യു ഹാവ് ഗിവൺ ദി ലിറിക്സ് ഫോർ ദാറ്റ് ഓൾസോ, അല്ലേ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? അരുൺകുമാർ അരവിന്ദിൻ്റെ സിനിമ, അഗെയിൻ ഗോപിചേട്ടനായിട്ടുള്ളൊരു വർക്ക്. അപ്പോൾ ഒരു പകലിന് വെയിൽ ലവ് മേക്കിംഗ് സോങ്ങാണ്. സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒരു ചേർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഗോപിചേട്ടൻ ട്യൂൺ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പകലിനു വെയിൽ ഇരവിന് നില എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഒന്നുമില്ല, അത് വെച്ച് തുടങ്ങിക്കോ. അത് പകലിന് വെയിൽ, അതായത് പകൽ ഉള്ളപ്പോഴാണ് വെയിലുണ്ടാകുന്നത്, പകലിനോട് ചേർന്ന്. ഇരവിന് നില, രാത്രിയോടാണ് നിലാവ് ചേർന്ന് നിൽക്കുന്നത്. കടലിന് തിര, ബക്കറ്റിൽ തിരയുണ്ടാവില്ല, കടലിലാണല്ലോ തിരയുണ്ടാവുന്നത്. കടലിന് തിര, വിധിഹിതമിതോ, ഇതാണോ വിധി എന്ന് ചോദിക്കുന്ന അതാണ് പാട്ട്. ആ ഒരു ലവ് മേക്കിങ്ങിൻ്റെ ആ ഒരു ആംഗിളിലാണ് അതിനെ ചെയ്തിരിക്കുന്നത്. സൈനോര, മുരളി ഗോപി, അദ്ദേഹം അവർ ചേർന്ന് പാടിയൊരു പാട്ടാണ്. ഓക്കെ. പകലിനു വെയിൽ ഇരവിനു നില, കടലിനു തിര, വിധിഹിതമിതോ, ഉള്ളിനുള്ളിൽ വല്ലാതാളും ചെന്തിയായി നീ. പകലിനു വെയിൽ ഇരവിനു നില, കടലിനു തിര, വിധിഹിതമിതോ.